ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 10 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം ഷൂസ് കിട്ടിയതിൻ്റെ ഷോ ആയിരുന്നു രാവിലെ കണ്ടത്. രാവിലെ ഓടാൻ പോകുന്നു, ഷൂസൊക്കെ ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു, ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ നല്ല ചൂടായിട്ട് മസാല ദോശ ഉണ്ടാക്കി തന്നു. നല്ല ക്രിസ്പി മസാല ദോശയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്ത് വെച്ചു അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശയും നല്ല വെള്ള ചമ്മന്തിയായിരുന്നു കഴിക്കാനായിട്ട് രാവിലെ. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പനാശിയൻ പോയസ്. അപ്പോൾ അവിടെ ഓൾറെഡി ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. അതായത് ഞാൻ അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ഇന്ന് സ്ലോട്ട് അവൈലബിൾ ആണെന്ന്. കാരണം എപ്പോഴും അവിടെ ഫില്ലാവാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡീറ്റാൻ മാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി എനിക്കിങ്ങനെ കാണിച്ചു തന്നു ഇങ്ങനെയാണ് ഡാൻഡ്രഫ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണിച്ചു തന്നിട്ട് നല്ല മസാജൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. ഡീറ്റാൻ മാസ്ക് ഇട്ട് എല്ലാം ഹെയറൊക്കെ സെറ്റാക്കിയതിന് ശേഷം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറും മുട്ടയൊക്കെ കഴിച്ചു. ഇന്ന് ചിപ്സിന് പകരം ചക്കവറ്റലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിച്ചിട്ട് ഒരു സിനിമ കുറച്ച് കണ്ട് ബാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ലുലു പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ലുലു മാത്രമേ ഉള്ളൂ എന്ന്, പക്ഷേ എല്ലാവരും ഒന്നിച്ച് കിട്ടുന്നൊരു സ്ഥലം ലുലു ആയതുകൊണ്ട് ലുലു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് മൊബി തന്നതാട്ടോ. മൊബി അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്സിൻ്റെ ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവന്നത് നല്ല ഷെയ്ഡായിരുന്നു. അപ്പോൾ അതും കൂടെ കാണിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലു എത്തി. ഞാനും ആതിരയും അവൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവളുടെ 2 കുട്ടികളുള്ളത്, 2 പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിട്ടു എത്തി. അവൾക്ക് മാർബിൾ കേക്ക് കിട്ടാത്തതിനുള്ള സങ്കടമായിരുന്നു. അവിടെ ബാക്കി എല്ലാ ഫ്ലേവറുണ്ട്, മാർബിൾ മാത്രം ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലിരുന്നു. അതേ ഞങ്ങൾ മേളിൽ ഫുഡ് കോർട്ടിൽ പോയപ്പോൾ ബിൻസിയും അശ്വിനെയും കണ്ടു. പിന്നെ അവരോട് ഇന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ബിൻസിയെ വിളിച്ചാൽ, ഞാൻ പറഞ്ഞില്ല 2 ഫ്രണ്ട്സിനെ വിളിച്ചാൽ കിട്ടൂലെന്ന്, അല്ല ഒരാളാണ് ഈ ബിൻസി. അപ്പോൾ അവളെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മിട്ടു പരാതി പറയാം. കൊച്ചിനെ കാണാൻ വന്നില്ല, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ബർഗറും ചിക്കിങ്ങിൽ നിന്നൊക്കെ വാങ്ങിച്ചു, ദോശയൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. വീടെത്തി. അപ്പോഴത്തേക്ക് ആതിര അവൾ ദുബായി പോയിട്ട് വന്നപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ചിക്കൻ സാലഡും ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കി.